morning everyone. So today let us discuss about the other element of the free consent, that is fraud. We have already discussed the other elements like coercion and undue influence. We have discussed that consent is said to be free when it is not caused by coercion, undue influence, fraud, misrepresentation and mistake. In it, we have already discussed what is coercion and what is undue influence. So this is the third element, that is fraud. So what is fraud? Fraud is dealt in section 17. So according to section 17, what is fraud? Fraud means intentional or willful misstatement of facts which are material for a contract. Intentional misstatement of facts, those facts which are essential for a contract, or those thoughts or those elements which are the essential element of a contract. Those facts are being intentionally misstated, and that is what is fraud. അതായത് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ, എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എലമെൻറ്റുകളെ മനഃപൂർവ്വമായിട്ട് തെറ്റായി സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. വിൽഫുൾ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് with the intention to deceive other party to enter into contract. So, fraud is a willful representation made by a party with the intention to deceive the other party to enter into the contract. So, intentional misstatement is the essence of fraud. That is, a person making a false statement is not guilty of fraud if he honestly believes that statement he is making is true. ഇൻറ്റൻഷണൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ് ഫ്രോഡ് എന്ന എലമെൻറ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകം. അതായത് മനഃപൂർവ്വമല്ലാതെ നമ്മൾക്കറിയാതെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫാക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുകയോ സ്റ്റേറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് ഫ്രോഡിൽ പെടില്ല. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിൻ്റെ ശരിയായ കാര്യം അറിഞ്ഞിട്ടും നമ്മളതിനെപ്പറ്റി തെറ്റായി പറയുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. So, intentional misstatement is the essence of fraud. Now, according to section 17, the definition of fraud is: fraud includes any of the following acts committed by party or his connivance or his agent to deceive the other party thereto, or his agent to induce him to enter into contract. So, according to section 17, the following are the things or the areas which come under fraud. So, either that fraud is committed by the party to the contract or his connivance. That means a person who secretly help other in a conspiracy or for doing something wrong, or his agent. So, anybody can do fraud to deceive the other party of the contract, to induce him to enter into contract. ഒരാൾ ഒന്നെങ്കിൽ ഒരു പാർട്ടി, ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ സീക്രട്ട്ലി അയാൾക്ക് വേണ്ടി എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ടു മേക്ക് ദി അതർ പാർട്ടി, മറ്റേയാളെ കോൺട്രാക്റ്റിലേക്ക് നിർബന്ധിച്ച് എൻ്റർ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക ഫ്രോഡിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ഫ്രോഡ് എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്? വൺ ഇസ് എ ഫോൾസ് സജഷൻ ആസ് ടു എ ഫാക്ട് നോൺ ടു ബി ഫോൾസ്. അതായത് ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ടും അതിനെപ്പറ്റി തെറ്റായിട്ട് പിന്നീടും ഒരു സജഷൻ കൊടുക്കുക. ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് വിത്ത് നോളജ് ഓഫ് ഫാക്ട്, ശരിയായ കാര്യം മറച്ചു വെക്കുക. പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്, ഒരു കാര്യം പെർഫോം ചെയ്യാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ അത് ചെയ്യും എന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുക. ഡൂയിങ് എനി അതർ ആക്ട് ഫിൽ ടു ഡിസീവ്, മറ്റേയാളെ പറ്റിക്കുക എന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും കാര്യം ചെയ്യുക. ഓർ ഡൂയിങ് എനി സച്ച് ആക്ട് ആസ് ലോ ഡിക്ലെയേഴ്സ് ഫ്രോഡുലൻ്റ് ആയി ലോ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. സോ ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ either പാർട്ടി ഓർ ഹിസ് കന്നവൻസ് ഓർ ഹിസ് ഏജൻറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഫ്രോഡിൽ പെടുന്നത്.
So this is what is fraud according to section 17. Next is essential elements of fraud. That means which all activities we can conclude that there is a fraud. So first one is act of fraud should be committed with intention to deceive. So fraud should be done. The intention of fraud is to deceive the other party. And the act must be committed by party to the contract or his agent. If stranger commits a fraud, it is not valid. So the act of fraud should be committed by party or his connivance or his agent. A stranger cannot commit a fraud. Then the fraudulent act should be committed to the party only. It can't be done against the stranger. The fraudulent act can be done by the party or his connivance or his agent, but it should be done against the other party to the contract. പാർട്ടിയിലെ കോൺട്രാക്റ്റിലെ മറ്റേ പാർട്ടിക്ക് അഗെയിൻസ്റ്റ് മാത്രമായിരിക്കാം ഫ്രോഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ വേറെ സ്ട്രേഞ്ചർക്ക് അഗെയിൻസ്റ്റ് ഒന്നും ഫ്രോഡ് ചെയ്യാൻ പാടില്ല. Then the fraudulent act should be committed to the party only. It can't be done against a stranger. Okay. Next one is the fraudulent act must have actually deceived the other party. സംടൈംസ് നമ്മൾ എന്തെങ്കിലും ആക്ട് ഫ്രോഡുലൻ്റ് രീതിയിൽ ചെയ്തിട്ട് പക്ഷെ മറ്റേ ആളെ അതൊരിക്കലും ഡിസീവ് ചെയ്യുന്ന രീതിയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് കാൺ ബി ട്രീറ്റഡ് ആസ് ഫ്രോഡ്. ദെൻ the other party have suffered due to fraud, that is there is no fraud without damages. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് മറ്റേയാളെ പറ്റിക്കുക, ചതിക്കുക, എന്നിട്ട് അയാളെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തിട്ട് അതുമൂലം മറ്റേയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമുക്കവിടെ ഫ്രോഡ് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുള്ളൂ. നമ്മൾ അത് പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തിട്ട് മറ്റേയാൾക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസും ഡാമേജസും നഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ need not to count it as fraud. Then mere silence is not fraud. That is, contracting party need not reveal everything to the other party. അപ്പം നമ്മളിപ്പോൾ ആൾക്കറിയാവുന്ന കാര്യങ്ങൾ കൺസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പറയാതിരിക്കുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യവും ഫുള്ളി പറയണം എന്നില്ല. ഇപ്പം മിണ്ടാതെ ഒരാളൊരു കാര്യം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രോഡാണെന്ന് പറയാൻ പറ്റില്ല. മിയർ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ് ഓൾവേസ്. എപ്പോഴും നമുക്ക് ഒരാൾ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളെ കാര്യം മറച്ചു വെച്ചു, ചതിച്ചു എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് മിയർ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ്. That is, contracting party need not reveal everything to the other party. No duty to disclose facts which are within the knowledge of both parties. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു പേർക്കും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പിന്നീട് മറ്റേയാൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ ഫ്രോഡിൽ ചുമത്താൻ പറ്റുന്നതല്ല. മിയർ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ് ഓൾവേസ്. എല്ലാ ഫാക്റ്റുകളും മറ്റേയാളുടെ അടുത്ത് പറയണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ദ ഫാക്ട്സ് വിച്ച് ആർ വിത്തിൻ ദ നോളജ് ഓഫ് ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടിയുടെയും അറിവിൽ ഉള്ള കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യം ഇല്ല. സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്. ആക്ട് ഓഫ് ഫ്രോഡ് ഷുഡ് ബി കമ്മിറ്റഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ്. Then the act must be committed by the party or his agent. The fraudulent act should be committed to the party only, and it can't be done against a stranger. The fraudulent act must have actually deceived the other party. Then the other party have suffered due to fraud. That is, there is no fraud without damages, and mere silence is not fraud. Okay. Now, there are several exceptions to the rule mere silence is not fraud. First one is duty to speak. അപ്പം നമുക്ക് എല്ലാ കേസുകളിലും സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ ജനറൽ റൂൾ എന്ന് പറയുന്നത് മിയർ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ്. മിണ്ടാതിരുന്നു എന്ന് വെച്ചിട്ട് അയാൾ നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ ഈവൻ മിണ്ടാതിരുന്നാലും അത് ഫ്രോഡിലേക്ക് വഴിതെളിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് കേസുകൾ? അതാണ് എക്സെപ്ഷൻസ് ടു മിയർ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സെപ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഡ്യൂട്ടി ടു സ്പീക്ക്.
When one party places complete faith and trust of the other party, it is his duty to speak. ഒരാൾ മറ്റൊരാളിൽ ഇപ്പം ഒരാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പം കംപ്ലീറ്റ് ആയിട്ട് മറ്റേ ആൾ പറയുന്നത് കേൾക്കുക, മറ്റേ ആൾ പറയുന്നത് റിലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കേസുകളിൽ നമുക്ക് അയാൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡിലേക്ക് വഴിതെളിക്കും എന്ന് പറയാം. കാരണം ഇപ്പം ചില കേസുകളിലൊക്കെ ട്രസ്റ്റിൻ്റെ പുറത്ത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, മാരേജ്, അങ്ങനെയുള്ള കേസുകൾ ഇതൊക്കെ കുറേ കാര്യങ്ങൾ നേരത്തെ പറയേണ്ടതുണ്ട്. അപ്പോൾ അത് പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മറ്റേയാൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് മറ്റേയാൾ കൃത്യമായി പറയുകയും നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചോദിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം പറയുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മറ്റേയാളുടെ ഉത്തരവാദിത്തം ആണ്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അയാൾ സൈലൻ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. ഹി ഹാവ് ടു സ്പീക്ക്. സെക്കൻഡ് ഇസ് സൈലൻസ് ഇസ് ഫ്രോഡ് വെൻ സൈലൻസ് ഇസ് ഇക്വിവാലന്റ് ടു സ്പീച്ച്. വെൻ വൺ നോസ് വെരി വെൽ ദാറ്റ് ഹിസ് സൈലൻസ് ഇസ് ഗോയിങ് ടു ബി ഡിസെപ്റ്റീവ്. അതായത് ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് തന്നെ അറിയാം, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അയാളെ പറ്റിക്കുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തെറ്റായൊരു ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടും നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫ്രോഡായിട്ട് കണക്കാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് നീ ഒന്നും പറയുന്നില്ല എങ്കിൽ ഐ അസ്യൂം ദാറ്റ് ഇപ്പോൾ ഒരാൾക്ക് ഹോഴ്സിനെ വിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് ഓക്കെ ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ നീ ഒന്നും പറയുന്നില്ല അതിൻ്റെ അർത്ഥം ഇതിന് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഹോഴ്സ് ഓക്കെ ആണ് എന്ന് പറയുകയാണ്. അപ്പം മറ്റേ ആൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അയാൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്കതൊരു റോങ് ആയിട്ട് ബാധിക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണല്ലോ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ പാടുള്ളതല്ല. വി ഹാവ് ടു സ്പീക്ക്. നമ്മുടെ സൈലൻസ് മറ്റൊരാൾക്ക് ഉപദ്രവമാകും, അല്ലെങ്കിൽ മറ്റൊരാൾ ചതിക്കപ്പെട്ടേക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പീക്ക് ഔട്ട്. ഓക്കെ, so these are the exceptions to the rule or to the statement mere silence is not fraud. Now last one is effects of fraud. What are the after effects of a statement of a contract which is formed by fraud? Injured party can resign or cancel the contract but within reasonable time. So who is the affected party in the case of a contract created by fraud? He can reject the contract within a reasonable time. Then the second one is he can sue for damages. എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ചോദിക്കാം. Then he can insist on specific performance. എന്തായിരുന്നു ആ കോൺട്രാക്റ്റ് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാം, ഇൻസിസ്റ്റ് ചെയ്യാം. യു പ്ലീസ് ഡൂ ദിസ് വിത്തൗട്ട് ഫ്രോഡ്, അല്ലെങ്കിൽ ഫ്രോഡ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പം ദീസ് ആർ ദി ഇഫക്ട്സ് ഓഫ് എ കോൺട്രാക്ട് വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ ഫ്രോഡ്. ഫ്രോഡിലൂടെ നമ്മളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റുകൾ ഇതാണ്. So these are the basic concepts of fraud. We have discussed what is fraud. So the essence of fraud is intentional misstatement. Then the definition of fraud according to section 17, which are the things which come under fraud. Then essential elements of fraud, which are the essentials of fraud, or which by which all facts or which all things we can conclude that a contract is made by fraud. Then exceptions to mere silence is not fraud, and the effects of contracts created by fraud. Thank you.